ഗാനങ്ങളിലെ വിരോധാഭാസം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനലിലും ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യവും അതുപോലെ തന്നെ പലരും പറയാൻ മടിക്കുന്നതുമായ കാര്യങ്ങൾ. വളരെ രസകരമായൊരു എപ്പിസോഡാണ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ഈ എപ്പിസോഡിൽ ഞാൻ സെലക്റ്റീവായിട്ടൊരു 10 പാട്ട് എടുത്തിട്ടുണ്ട്. ഈ 10 പാട്ടുകളിലെ ഒരു ചെറിയ വിരോധാഭാസത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മൾ ആരെയും കളിയാക്കാനോ തേജോവധം ചെയ്യാനോ ഒന്നുമല്ല. ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇതൊരു രസമായിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ട് കണ്ടാൽ മതി നിങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്പർ 10. ഞാനൊരു പാട്ട് കേൾപ്പിക്കാം. നിങ്ങൾ ഈ പാട്ടൊന്ന് കേട്ട് നോക്കി. ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ താൻ കൊണ്ട കാതലുക്ക് നീതാനേ സാക്ഷി. ഈ പാട്ട് എൻ്റെ പല സുഹൃത്തുക്കളും ഗാനമേളകളിലൊക്കെ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാട്ട് ശരിക്കും ഒരു ഗാനമേളയിൽ പാടാൻ പറ്റിയ പാട്ട് തന്നെയാണ്. പക്ഷേ പലരും അമ്പലത്തിലെ ഭക്തി ഗാനമേളകളിൽ ഈ പാട്ട് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാട്ടിലെ വിഷ്വൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒന്ന് കണ്ടു നോക്ക്. ഗുരുവായൂരപ്പോ ഗുരുവായൂരപ്പ. വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതായത് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ട് കാണിക്കുന്ന വിഷ്വൽസ് ഇതാണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാലേ ചിലപ്പോൾ പ്രശ്നമാകും. കാരണം പുള്ളിയുടെ പാട്ടുകൾ നമ്മൾ ബാത്റൂമിൽ ഇരുന്ന് പാടിയാൽ വരെ പുള്ളി കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ നമുക്കത് എന്താ പറയാ. അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. നമ്പർ 9. ഈ പാട്ട് ഒന്ന് കേട്ട് നോക്കി. സ്നേഹം തേനല്ല നോവിൻ കൈപ്പലി. ഇതില് മമ്മൂട്ടിക്ക് വേണ്ടി പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനും മനോജ് കെജിന് വേണ്ടി പാടിയിരിക്കുന്നത് MG ശ്രീകുമാറുമാണ്. കേട്ടു നോക്ക്. വെറുതെ പറയുന്ന വേദാന്തമല്ല, മഴവിൽ നിറമുള്ള നുണയൊന്നുമല്ല. എന്നാൽ ഈ പാട്ടിലുടനീളം അത് കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് MG ശ്രീകുമാർ പാടുന്നതിന് നമ്മുടെ മമ്മൂക്ക ലിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മധു ബാലകൃഷ്ണൻ പാടുന്നതിന് മനോജ് കെജിനെ ലിപ്പ് ചെയ്യുന്നുണ്ട്. ചങ്ങാതി നന്നായാൽ എന്തിനു കണ്ണാടി, ചങ്ങാതി നന്നായാൽ എന്തിനു കണ്ണാടി, ഈ ചങ്കൂറ്റം കാണുമ്പോൾ അരികിലില്ല പേടി. കണ്ടില്ലേ? ആദ്യം മമ്മൂക്ക ചുണ്ടനക്കിയത് മധു ബാലകൃഷ്ണൻ പാടിയതിനാണ്. ഇപ്പോ MG ശ്രീകുമാർ പാടിയതിനാണ്. എന്താണിത്? ഇത് ശരിക്കും ഒരു വിരോധാഭാസമല്ലേ? ശരിക്കും ആ ഡയറക്ടർ ശ്രദ്ധിക്കണ്ടായിരുന്നു. ഇനിയിപ്പോ ഡയറക്ടർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും മമ്മൂക്കൊരു സെൻസ് ഇല്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. അറിയില്ല. നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. നമ്പർ 8. ഞാൻ നല്ലൊരു പാട്ട് കേൾപ്പിച്ചു തരാം. നിങ്ങൾ ഈ പാട്ടൊന്ന് കേട്ടു നോക്കി. ഈ പാട്ട് രാത്രി നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ഫീലാണ് ഈ പാട്ടിന്. പക്ഷെ ഇതിന്റെ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കിയാലോ. എനിക്ക് ഈ പാട്ടും ഈ വിഷ്വൽസും തമ്മിൽ ഒരു ബന്ധമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇത്രയും നല്ല മനോഹരമായിട്ടൊരു പാട്ടിന് ഇതുപോലൊരു വിഷ്വൽസ് എനിക്ക് എന്തോ അതൊരു വിരോധാഭാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോന്ന് എനിക്കറിയില്ല. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. നമ്പർ 7. ഈ പാട്ടിൽ രതീഷും ഉണ്ണിമേരിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ പാട്ട് വളരെ ഹിറ്റായ പാട്ടാണ്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഒന്ന് കണ്ടു നോക്ക്. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. ഇതിന്റെ അനുപല്ലവിയിൽ ഒരു സംഭവമുണ്ട്. ഞാനത് ഒന്ന് കാണിക്കാം. നിങ്ങളത് കണ്ടു നോക്ക്. കണ്ടില്ലേ? സാധാരണ നമ്മൾ ഫിലിമിൽ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഫിലിം നോർമലായിട്ട് ഓടിച്ചിട്ട് അവരോട് സ്ലോ മോഷനിൽ ഓടാൻ പറഞ്ഞു. എന്ത് അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയല്ലേ വന്നത്. ഒന്നര കണ്ടു നോക്കി.
അല്ല, പണ്ടൊക്കെ ഫിലിമിന് നല്ല വിലയാണല്ലോ. അപ്പോൾ ഈ നോർമൽ ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമാണ് ഓടുന്നത്. സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഒരു സെക്കൻഡിൽ 50 ഫ്രെയിം 100 ഫ്രെയിം എന്നിങ്ങനെ മാറി വരും. അപ്പം ഈ 100 ഫ്രെയിമൊക്കെ ഒരു സെക്കൻഡിൽ ഓടുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ഫിലിം തീരുമല്ലോ. അപ്പം അത്രയ്ക്ക് പിശുക്കനായ ഒരു പ്രൊഡ്യൂസർ ആയിരിക്കും. അപ്പം നിങ്ങൾ 24 തന്നെ എടുത്താൽ മതി, അവർ സ്ലോ മോഷനിൽ ഓടട്ടെ. മറ്റേ നടി കുളത്തിലേക്ക് ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടട്ടെ എന്ന് പറഞ്ഞവര്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. പ്രജ എന്ന ചിത്രത്തിലെ ലാലേട്ടൻ ഈ പാട്ടൊന്ന് കണ്ടു നോക്കി. ഇതിന്റെ ഒരു പോർഷനിൽ നമ്മുടെ ഐശ്വര്യ ഡാൻസ് കളിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് കണ്ടു നോക്കി. ഇതിപ്പോ ഡാൻസ് കളിക്കുകയാണോ അതോ എക്സസൈസ് ചെയ്യുവാണോ എന്നുള്ളത് ഒരു തീരുമാനമായിട്ടില്ല എന്ന് തോന്നുന്നു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഈ പാട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലെ പല പോർഷനിലും ഐശ്വര്യ ഡാൻസ് കളിക്കുന്ന ഒരു രസമില്ല. എന്താണെന്നറിയില്ല, അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും. എന്തായാലും എനിക്കതൊരു വളരെ അരോചകമായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സത്യനന്ദിക്കാടി ചിത്രം. ഇതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. ഇത് ഈ പാട്ട്. ഈ പാട്ടില് സൗന്ദര്യ ഡാൻസ് കളിക്കുന്ന നിങ്ങളൊന്ന് നോക്കി. താനിരുന്നാടുമ്പോൾ താളം പിടിക്കുമ്പോൾ എനിക്കത് കണ്ടപ്പോ ഒരു കോമഡി ആയിട്ടാണ് തോന്നിയത്. താനിരുന്നാടുമ്പോൾ താളം പിടിക്കുമ്പോൾ ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ, രണ്ടാം തണ്ടിലേറി പോകേണ്ടേ. ഞാൻ ഇത് പറയാനല്ല നിങ്ങളോട് വന്നത്. ഈ വട്ടയില പന്തലിട്ട് എന്ന പാട്ടിൽ ഒരു വലിയ തെറ്റുണ്ട്. അത് നിങ്ങൾ കേൾപ്പിച്ചേട്ടെ, അത് കേട്ടു നോക്കി. വട്ടയില പന്തലിട്ട് തൊട്ട് തൊട്ട് നാം ഇരുന്നു, ഓണപ്പൂ തുമ്പികളോ കൂട്ടുവന്നു, കണ്ണാടിപ്പുഴ പാടി പുല്ലാനിക്കതിരാടി, നീ മാത്രം എന്തേ വന്നില്ല. നിർത്ത്, ഒന്നുകൂടെ കേൾപ്പിച്ചേ. നീ മാത്രം എന്തേ വന്നില്ല. മനസ്സിലായ നിങ്ങൾക്ക് തെറ്റെന്താന്ന് പറഞ്ഞു തരട്ടെ. വട്ടയില പന്തലിട്ട് തൊട്ട് തൊട്ട് നാം ഇരുന്ന്, ഓണപ്പൂ തുമ്പികളോ കൂട്ടുവന്നു, കണ്ണാടിപ്പുഴ പാടി ചില്ലാടിക്കതിരാടി, നീ മാത്രം എന്തേ വന്നില്ല. അപ്പൊ ആദ്യം തൊട്ട് തൊട്ടിരുന്നതാരാ? തൊട്ട് തൊട്ട് നാം ഇരുന്നു എന്ന് പറഞ്ഞേ ഉള്ളൂ. അവസാനം വന്നപ്പോ നീ മാത്രം എന്തേ വന്നില്ല. അപ്പൊ തൊട്ടിരുന്നതാരാ? അല്ല, വിഹിത ബന്ധമാണ്. നമുക്ക് അടുത്തയിലേക്ക്. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ടാണ്. പക്ഷെ ഈ പാട്ടിൽ വലിയൊരു തെറ്റുണ്ട്. ആദ്യം പാട്ടൊന്ന് കേട്ടു. എന്തേ കണ്ണനു കറുപ്പു നിറം, എന്തേ കണ്ണനിത്ര കറുപ്പു നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ, കാളിയനെ കൊന്നതിനാലോ, ശ്യാമരാധേ ചൊല്ലു നിൻ. നിർത്തിക്ക്. ഈ പോർഷൻ ഒന്നുകൂടെ വെച്ച്. ശ്യാമരാധേ ചൊല്ലു നിൻ. കേട്ടോ, ശ്യാമരാധേ ചൊല്ലു നീ. ശ്യാമരാധ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? ശ്യാമവർണ്ണൻ, ശ്യാമകൃഷ്ണൻ, ശ്യാമകണ്ണൻ എന്നൊക്കെ നമ്മൾ പറയും. ശ്യാമരാധ എന്ന് പറഞ്ഞൊരു വേർഡില്ല. കാരണം കൃഷ്ണനാണ് കറുത്തത്. രാധയെ ഒരിക്കലും കറുപ്പ് എന്ന് വിശേഷിപ്പിക്കില്ല. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അല്ല, ഈ ഗിരീഷ് പതഞ്ജലി എഴുതിയ ചില തെറ്റുകൾക്ക് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. കാരണം ആരോ വിരൽ മീട്ടി എന്ന് പുള്ളി എഴുതി വെച്ചു. ശരിക്കും ആരോ വിരൽ നീട്ടി എന്നാണ് എന്ന് പുള്ളി തന്നെ സമ്മതിച്ചേക്കണേണല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. പല്ലാവൂർ ദേവനാരായണൻ എന്ന മമ്മൂക്ക അഭിനയിച്ച ഒരു ചിത്രം വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും അതിലെ പാട്ടുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പാട്ടുകൾ. അതിലെ ഈ പാട്ടൊന്ന് നോക്കി.
തിങ്കളാൽ മാറിൽ വരഗോരോചനം ചാർത്തുമൊരു യാമം ബ്രഹ്മയാമം. ഇതില് മമ്മൂക്ക കാണിച്ചൊരു എക്സ്പ്രഷൻ നിങ്ങളെ ശ്രദ്ധിച്ചു, ഒന്ന് നോക്കി. അതെന്ത് എക്സ്പ്രഷനാണ്? എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കണം, മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേർ. പക്ഷെ ഞാൻ ഇത് പറയാനല്ല വന്നത്. ഈ പാട്ടിന്റെ അവസാനം സ്വരങ്ങൾ പാടുന്നൊരു പോർഷൻ ഉണ്ട്. അവിടെ മമ്മൂക്ക കാണിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളത് കണ്ടു നോക്കി. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗാ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ പാട്ടാണിത്. ഇതിൽ ദാമു എന്ന കണ്ണ് കാണാൻ വയ്യാത്ത യുവാവ്, അദ്ദേഹം ഒരു പാട്ടുകാരനാണ്. അദ്ദേഹം പാട്ട് പാടിയാണ് കുടുംബം നോക്കുന്നത്. ഓക്കെ, അദ്ദേഹം ഇപ്പൊ പാടിയ പാട്ട് കേട്ടോ, നല്ല സ്വരമാധുരിയും നല്ല പാട്ടൊക്കെ വളരെ വർഷങ്ങളായി പഠിച്ച സ്വരസ്ഥാനങ്ങൾ ഉറച്ച ഒരാളാണ് പാടുന്നത് ഇപ്പോൾ. അതായത് നമ്മുടെ ദാസേട്ടനാണ് പുള്ളിക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. ഇനി പുള്ളിയുടെ യഥാർത്ഥ ഒരു ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാം. മനസ്സിൽ കുത്തിക്കുറിക്കും, പിന്നെ അങ്ങോട്ട് പാടും. എന്തിനെ കുറിച്ചാ പാടുന്നേ? ദൈവങ്ങളെ കുറിച്ച്, പിന്നെ ഈ സുന്ദരമായ ഭൂമിയെ കുറിച്ച്. അതായത് ഒരു പാട്ട് കഴിഞ്ഞു, ഇപ്പൊ പ്രകൃതീശ്വരി കഴിഞ്ഞ് പുള്ളി തിരിച്ച് വീട്ടിൽ വന്ന് കുളിയെ കഴിഞ്ഞ് പുള്ളി പോകുന്ന വഴിക്ക് കുറച്ച് ആൾക്കാർ വന്ന് പുള്ളിയോട് വേറൊരു പാട്ട് പാടാൻ പറയുകയാണ്. അപ്പൊ പുള്ളി പാടുന്ന പാട്ട് ഒന്ന് കേട്ട് നോക്കാം. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. കേട്ടില്ലേ? ഇപ്പൊ ശബ്ദം ഏതാ? അപ്പൊ അദ്ദേഹത്തിന്റെ റിയൽ സൗണ്ട് തന്നെ. അപ്പൊ ആദ്യം ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഉറച്ച ആ ഒരു ശബ്ദം എവിടെ പോട്ടെ, അതൊക്കെ വിട്ടുകളയാം. ഇനി പുള്ളി ചായക്കടയിൽ ഇരുന്നിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ശബ്ദം ഒന്ന് നോക്ക്. ചാന്തു പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണം. ഈ പുള്ളി ഒരു പാട്ടുകാരനാണ്, ഒരു മിമിക്രിക്കാരനല്ലല്ലോ. ഇതിപ്പോ പല പല ശബ്ദങ്ങളിൽ ഇങ്ങനെ പാടാനായിട്ട്. ഈ സിനിമയിലെ തന്നെ ബാക്കി 2 പാട്ടുകളുണ്ട്. ഒന്ന് ആലിലക്കണ്ണ എന്ന പാട്ട്, പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കാക്കക്കറമ്പിയ. തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കാക്കക്കറമ്പിയെ പോലെ ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കും. എല്ലാം മനോഹരമായ പാട്ടുകളാണ്. പക്ഷേ ഇതിനകത്ത് ഈ പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ എന്ന പാട്ടും, അതുപോലെ തന്നെ ഈ തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി എന്ന പാട്ടും, അതുപോലെ ആലിലക്കണ്ണ എന്ന പാട്ടും മാത്രം പാടിയിരിക്കുന്നത് യേശുദാസാണ്. ബാക്കി പാട്ടുകളൊക്കെ മറ്റ് പല ആൾക്കാരും, ഒരു പാട്ട് MG ശ്രീകുമാറാണ് പാടിയിരിക്കുന്നത്. ഇങ്ങനെ പല പല ശബ്ദത്തിൽ പാടുന്നതിനോട് എനിക്ക് പേഴ്സണലി അതിനോടൊരു യോജിപ്പില്ല. പിന്നെ സിനിമയാണല്ലോ, നമ്മൾ വിട്ടു കൊടുക്കുന്നു. എന്നിരുന്നാൽ പോലും അതിനകത്ത് എനിക്ക് തോന്നുന്നത് ദാസേണ്ണ തന്നെ എല്ലാ പാട്ടുകളും പാടുവാണെങ്കിൽ അതൊരു ഐഡന്റിറ്റി ആയി ആ ഒരു കഥാപാത്രത്തിന്. ഇതിപ്പോ അറിയില്ല. നമുക്ക് അടുത്തതിലേക്ക് പോകാം. നഖക്ഷതങ്ങൾ എന്ന പഴയ ചിത്രം, ഇതില് വിനീത് ഒരു 16 വയസ്സുകാരനൊക്കെ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിലെ വിനീതിന്റെ സംഭാഷണം ഒന്ന് കേട്ട് നോക്കാം. ഞാൻ സമ്മതിച്ചിട്ടില്ല. സത്യം സത്യം. ഇനി ഇതിലെ പാട്ടൊന്ന് കേട്ട് നോക്കാം. കേട്ടില്ലേ? ഒരു 16 വയസ്സുകാരന്റെ ശബ്ദമാണ് ആ പാട്ടിന്. അത്രക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ പാട്ടുകാരൻ പാടുന്നതല്ലേ നമ്മളിപ്പോ കേട്ടത്. സോ അതാ സംവിധായകൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായൊരു അഭിപ്രായമുണ്ട്. അതൊരു വലിയ വിരോധാഭാസം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ എപ്പിസോഡിൽ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല നല്ല വിഷയങ്ങളുമായി ഇനിയും നല്ല എപ്പിസോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ.